എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ.പി. സ്കൂളിനുള്ളിൽ ബഡ്സ് സ്കൂൾ സ്ഥാപിക്കാനുള്ള പഞ്ചായത്തിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി PTA കമ്മിറ്റി രംഗത്ത്. തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലൊന്നാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ.പി. സ്കൂൾ. 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിൽ 440 വിദ്യാർത്ഥികളും പ്രീ പ്രൈമറിയിൽ 145 കുട്ടികളും പഠിക്കുന്നുണ്ട്. സ്ഥലസൗകര്യക്കുറവുള്ള സ്കൂളിൽ ബഡ് സ്കൂൾ സ്ഥാപിച്ചാൽ നിലവിലെ വിദ്യാർത്ഥികളുടെ പഠനത്തിനും കലാകായിക പ്രവർത്തനങ്ങൾക്കും പ്രതികൂലമായ അവസ്ഥയുണ്ടാകുമെന്ന് PTA കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു. കുട്ടികളുടെ കലാപരിപാടികളും പൊതുയോഗങ്ങളും ആഘോഷ പരിപാടികളും നടത്തുന്നതിനും ഉച്ചഭക്ഷണം നൽകുന്നതിനും ഉപയോഗിക്കുന്ന കെട്ടിടം പൊളിച്ചുമാറ്റി അവിടെ ബഡ് സ്കൂൾ കെട്ടിടം നിർമ്മിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഭിന്നശേഷി കുട്ടികളാണ് ബഡ് സ്കൂളിൽ എത്തുക. ഇടവേളകളിൽ LP സ്കൂളിലെയും തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളുടെ ശബ്ദകോലാഹലവും ഉയർന്ന ശബ്ദ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ആഘോഷ പരിപാടികളും ഭിന്നശേഷി കുട്ടികൾക്ക് മാനസിക പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്ന് PTA കമ്മിറ്റി അഭിപ്രായപ്പെടുന്നു. പഞ്ചായത്തിന്റെ അധീനതയിൽ സൗകര്യപ്രദമായ സ്ഥലങ്ങളുണ്ടെന്നും ബഡ് സ്കൂളിന് അനുയോജ്യമായ അത്തരം സ്ഥലങ്ങൾ ഉപയോഗിക്കണമെന്നും PTA നിർദ്ദേശിച്ചു. പഞ്ചായത്തിന്റെ തീരുമാനത്തിനെതിരെ മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും PTA പ്രസിഡന്റ് PT സുശാന്ത്, SMC ചെയർമാൻ AU മനാഫ് എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. LP സ്കൂളിൽ ബഡ് സ്കൂൾ സ്ഥാപിക്കുവാനുള്ള തീരുമാനത്തിനെതിരെ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ കോൺഗ്രസ് മെമ്പർമാരായ MC ഐജു, റീന വർഗീസ്, PK മാധവൻ, റിജി ജോർജ്, സതി മണികണ്ഠൻ എന്നിവർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.